വാതിലുകളുടെയും ഒക്കെ നിർമ്മാണത്തിൽ തടിക്ക് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന പല മെറ്റീരിയലും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും ജനപ്രിയവും ഗുണമേന്മയുള്ളതുമായ ഒരു മെറ്റീരിയലാണ് സ്റ്റീൽ. സ്റ്റീൽ കൊണ്ടുള്ള വിൻഡോസിൻ്റെ ക്വാളിറ്റി എങ്ങനെ തിരിച്ചറിയാം, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ കോസ്റ്റ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ സുബിൻ തോമസ്, അഷെവിൽ ആർക്കിടെക്ചറിലെ പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റാണ്. ഈ സ്റ്റീൽ വിൻഡോസ് മുഴുവനായി നിർമ്മിച്ചിരിക്കുന്നത് GA ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ്. GA ഷീറ്റ് കറക്റ്റായിട്ട് നമ്മുടെ ഒരു ഫ്രെയിമിൻ്റെ രീതിയിൽ ബെൻഡ് ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് വെൽഡ് ചെയ്തിട്ടാണ് ഈ കാണുന്ന രീതിയിലുള്ള ഒരു സ്റ്റീൽ വിൻഡോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റീൽ വിൻഡോയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അതിൻ്റെ GA ഷീറ്റിൻ്റെ ക്വാളിറ്റിനെയും അതുപോലെ തന്നെ ഈ വെൽഡിൻ്റെ ക്വാളിറ്റിനെയും ഒക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഈ വിൻഡോയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ടാറ്റ ഗാൽവാനോ എന്ന് പറഞ്ഞ GA ഷീറ്റാണ്. അതാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല GA ഷീറ്റ്. അതിൻ്റെ 18 ഗേജിലുള്ള ഷീറ്റാണ് നമ്മൾ ഫ്രെയിമിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 16 ഗേജിലുള്ള ഷീറ്റാണ് നമ്മൾ ഈ പാളിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഈ GA ഷീറ്റും അല്ലെങ്കിൽ ഹോളോ സെക്ഷനും ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ 14 ഗേജ്, 16 ഗേജ്, 18 ഗേജ് എന്നുള്ള രീതിയിലാണ് കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മളത് കേൾക്കുമ്പോൾ 18 ഗേജാണ് ഏറ്റവും ക്വാളിറ്റി കൂടിയത് അല്ലെങ്കിൽ ഏറ്റവും തിക്നെസ് കൂടിയതെന്ന് ചിന്തിക്കാറുണ്ട്. ശരിക്കും ഇതിൻ്റെ കാര്യത്തിൽ അത് നേരെ തിരിച്ചാണ്. 14 ഗേജ് എന്ന് പറയുന്നതിൻ്റെ തിക്നെസ് 1.9 mm ആണ്. 16 ഗേജിൻ്റെത് 1.6 mm, 18 ഗേജിൻ്റെ 1.3 mm ആണ്. ഈ ഫ്രെയിമിന് നമ്മൾ 18 ഗേജിൻ്റെ, അതായത് നമ്മൾ ഈ പറഞ്ഞതിൽ ഏറ്റവും തിക്നെസ് കുറഞ്ഞതാണ് സാധാരണ ഫ്രെയിമിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബെൻഡ് ചെയ്ത് ഈ ഒരു നമ്മുടെ ഒരു ഫ്രെയിമിൻ്റെ ഷേപ്പിലേക്ക് ആക്കി എടുക്കണമെങ്കിൽ 16 ഗേജ് വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇത്രയും ഷാർപ്പായിട്ട് ഇത് ബെൻഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ സമയത്ത്. അതായത് ഈ വിൻഡോ നമ്മൾ സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ഹോളോ ആയിട്ടുള്ള പാർട്ടിലേക്ക് നമ്മൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കും. അപ്പം ഇതിൻ്റെ ഈ ഫ്രെയിം സ്ട്രോങ് ആവുകയും അതുപോലെ തന്നെ ഈ ഹോളോ ആയിട്ടുള്ള സൗണ്ടൊക്കെ മാറുകയും ചെയ്യും. ഈ GA ഷീറ്റ് എന്ന് പറയുന്നത് ശരിക്കും MS ഷീറ്റാണ്, അതായത് മൈൽഡ് സ്റ്റീലാണ് ഇതിൻ്റെ കോറായിട്ടുള്ളത്. അതിൻ്റെ മേളിൽ നമ്മൾ ഈ ഒരു ഗാൽവനൈസേഷൻ നടത്തി ഒരു സിങ്കിൻ്റെ കോട്ടിങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ സിങ്കിൻ്റെ കോട്ടിങ്ങിനെയാണ് നമ്മൾ ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. അത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത് എളുപ്പത്തിൽ തുരുമ്പെടുത്ത് പോകാൻ സാധ്യതയുള്ളൊരു മെറ്റീരിയലാണ്. നമ്മൾ ഈ വാർക്കയ്ക്ക് ഉപയോഗിക്കുന്ന കമ്പിയൊക്കെ മൈൽഡ് സ്റ്റീലാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചറിയാം, നമ്മളത് പെട്ടെന്ന് തുരുമ്പെടുക്കുന്നൊരു സംഭവം. നമ്മുടെ വെളിയിലേക്ക് കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തുരുമ്പെടുക്കും. അങ്ങനെ ഈ തുരുമ്പെടുക്കുന്നതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മേളിലൊരു സിങ്കിൻ്റെ കോട്ടിങ് കൊടുക്കുന്നത്. അതിനാണ് നമ്മൾ ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ സിങ്കിൻ്റെ കോട്ടിങ്ങിൻ്റെ തിക്നെസ്സും ഈ GA ഷീറ്റിൻ്റെ ക്വാളിറ്റിയിൽ ഒരു പ്രധാന ഘടകമാണ്. ഈ ടാറ്റ ഗാൽവാനോടെയൊക്കെ GA ഷീറ്റ് ആണെങ്കിൽ അതിൻ്റെ മേളിലുള്ള ആ സിങ്ക് കോട്ടിങ്ങിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 120 GSM ആണ്. മിനിമം ഈ 120 GSM എങ്കിലും ഉള്ള ഷീറ്റാണ് നമ്മൾ ഈ സ്റ്റീൽ വിൻഡോസിന് ഉപയോഗിക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ എളുപ്പത്തിൽ തുരുമ്പെടുത്ത് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ GA ഷീറ്റിലെ ഗാൽവനൈസേഷൻ 2 രീതിയിൽ ചെയ്യാൻ സാധിക്കും. ഹോട്ട് ഡിപ്പിങ്ങും അതുപോലെ തന്നെ ഇലക്ട്രോ പ്ലേറ്റിങ്ങും. ഇതിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇലക്ട്രോ പ്ലേറ്റിംഗ് ആണ്. ഈ വിൻഡോയിലെ ടാറ്റ ഗാൽവാനോ ഷീറ്റിലൊക്കെ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞ മെത്തേഡിലാണ് ഈ GA കോട്ടിങ് ചെയ്തിട്ടുള്ളത്. ഈ ഹോട്ട് ഡിപ്പിംഗ് മെത്തേഡിൽ GA കോട്ടിങ് ചെയ്യുന്നതിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ലൈഫ് വളരെ കൂടുതലായിരിക്കും. നമ്മൾ GA ഷീറ്റിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് പോലെ തന്നെ ചെക്ക് ചെയ്യേണ്ട ഒന്നാണ് ഈ വെൽഡിൻ്റെ ക്വാളിറ്റി. സാധാരണ ലോക്കൽ വർക്ക്ഷോപ്പിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു സ്റ്റീൽ വിൻഡോ ആണെങ്കിൽ അതിൽ ആർക്ക് വെൽഡിങ് വെച്ചിട്ടായിരിക്കും വെൽഡ് ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ വിൻഡോ ആണെങ്കിൽ MIG വെൽഡിങ് വെച്ചിട്ടായിരിക്കും, മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ്. അതാണ് ഇതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള വെൽഡിങ്. ഈ മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ്ങിൽ ഈ വെൽഡിൻ്റെ വെൽഡ് യൂണിഫോം ആയിരിക്കും, അതുപോലെ തന്നെ വെൽഡിൻ്റെ സ്ട്രെങ്തും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്റ്റീൽ വിൻഡോ MIG വെൽഡിങ് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതാണെന്ന് ഉറപ്പുവരുത്തുന്നതാവും നല്ലത്. നമുക്കിനി ഈ വിൻഡോയുടെ ഓരോ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാം. ഈ വിൻഡോയുടെ പാളിയോട് ചേർന്ന് കൊടുത്തിട്ടുള്ള ഹിഞ്ചസ് എന്ന് പറയുന്നത് ബുഷ് ആൻഡ് പിൻ ടൈപ്പിലുള്ള SS, അതായത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹിഞ്ചസ് ആണ്. ഇത് എപ്പോക്സി കോട്ടിങ് ചെയ്തുകൊണ്ടാണ് ഈ കളറിൽ കാണുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഹിഞ്ച് തന്നെയാണ്. അപ്പം ഇതിനുള്ളിലേക്ക്, ഈ പാളിക്കുള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആ റീപ്പർ, നമ്മൾ തടി കൊണ്ട് റീപ്പർ കൊടുക്കുന്നതിന് പകരം ഇവിടെ മെറ്റലിൻ്റെ ഒരു പീസാണ് കൊടുത്തിട്ടുള്ളത്. അത് സ്ക്രൂ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് ഗ്ലാസ് പൊട്ടുകയോ അല്ലെങ്കിൽ ഗ്ലാസ് ചേഞ്ച് ചെയ്യുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഈ സ്ക്രൂ അഴിച്ച് മാറ്റിയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കുറ്റിയും കൊളുത്തുമൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു സ്റ്റോപ്പറും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഗ്രില്ല് സാധാരണ നമ്മൾ തടി കൊണ്ടുള്ള ജനലുകളിലൊക്കെ കാണുന്ന രീതിയിലുള്ള പട്ടയും കമ്പിയും കൊടുത്തിട്ടുള്ള ഒരു ഗ്രില്ലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് SS-ൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഡിസൈനിലോ ഒക്കെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു അഡീഷണൽ കോസ്റ്റ് ഇതിനാവുമെന്ന് മാത്രം. അതുപോലെ തന്നെ ഈ കാണുന്നത് ഇതിൻ്റെ ക്ലാമ്പാണ്. നമ്മൾ തടി കൊണ്ടുള്ള വിൻഡോസിലൊക്കെ അഡീഷണൽ ഒരു സ്ക്രൂ ചെയ്തിട്ട് നമ്മൾ ക്ലാമ്പ് വെച്ചിട്ട് അത് വാർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനുള്ളിൽ നിന്ന് വന്ന ഒരു കമ്പി തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു ക്ലാമ്പായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇത് നമ്മളിത് വെച്ച് പണിയുന്ന സമയത്ത് ഈ ഭാഗം കോൺക്രീറ്റ് ചെയ്ത് കൊടുത്ത് ഈ വിൻഡോനെ സേഫായിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത്.
സ്റ്റീൽ വിൻഡോസ് പൊതുവെ എപ്പോക്സി പ്രൈമർ കോട്ടിംഗ് ചെയ്ത രീതിയിലാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ വിൻഡോയൊക്കെയാണ് എപ്പോക്സി പ്രൈമറിനകത്ത് മുക്കിയെടുത്തിട്ടുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സർഫസിൽ നല്ല തിക്കായിട്ടുള്ള ഒരു എപ്പോക്സി പ്രൈമറിൻ്റെ ലെയർ ഉണ്ട്. ഇതല്ലാതെ പൗഡർ കോട്ട് ചെയ്ത ഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടുള്ള സ്റ്റീൽ വിൻഡോസും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് സ്റ്റീൽ വിൻഡോസിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ തടി കൊണ്ടുള്ള വിൻഡോനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ സ്റ്റീൽ വിൻഡോസിൻ്റെ പാളിയുടെ വിഡ്ത്ത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് വൈഡ് ആയിട്ടുള്ള ഒരു വ്യൂ ലഭിക്കും. അതുപോലെ തന്നെ തടീനെ കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റീൽ വിൻഡോസ് ബൾജ് ചെയ്യാനോ ചിതൽ പിടിക്കാനായിട്ടുള്ള സാധ്യതയുമില്ല. മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവും അതുപോലെ തന്നെ ഇതിൻ്റെ ലൈഫ് വളരെ കൂടുതലുമാണ്. നമ്മൾ തടി കൊണ്ടുള്ള വിൻഡോസ് ഉപയോഗിക്കുമ്പോൾ ഈ തടിക്കും ഭിത്തിക്കും ഇടയിൽ ക്രാക്ക് രൂപപ്പെടാറുണ്ട്. അത് തടിയുടെ എക്സ്പാൻഷൻ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്രാക്ക് ഉണ്ടാകുന്നത്. സ്റ്റീൽ വിൻഡോസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ക്രാക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ സ്റ്റീൽ വിൻഡോസിൻ്റെ സ്ട്രെങ്ത് വളരെ കൂടുതലാണ്. നമ്മൾ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വിൻഡോ തന്നെയാണ് സ്റ്റീൽ വിൻഡോ. ഈ സ്റ്റീൽ വിൻഡോ ഏത് സൈസിലും ഏത് ഷേപ്പിലും അതുപോലെ തന്നെ ഏത് കളറിലും അവൈലബിൾ ആണ്. അതും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജാണ്. അതുപോലെ തന്നെ സ്റ്റീൽ വിൻഡോ ബ്രിക്ക് വർക്ക് നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ബ്രിക്ക് വർക്കിന് ശേഷമോ നമ്മുടെ സൗകര്യാനുസൃതം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ സ്റ്റീൽ വിൻഡോസിൻ്റെ സൗണ്ട് ഇൻസുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ തടി കൊണ്ടുള്ള വിൻഡോസിനെ കമ്പയർ ചെയ്യുമ്പോൾ 5 ടൈംസ് കൂടുതലാണ്. ഈ സ്റ്റീൽ വിൻഡോസിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് കോസ്റ്റൽ ഏരിയാസിലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് മെറ്റൽ ആയതുകൊണ്ട് ഈ കോസ്റ്റൽ ഏരിയാസിലെ ഉപ്പിൻ്റെ സാന്നിധ്യം ഇത് തുരുമ്പെടുക്കാനായിട്ട് കാരണമാകും. ഇനി കോസ്റ്റൽ ഏരിയാസിൽ അല്ലെങ്കിൽ പോലും ഇതിൽ സ്ക്രാച്ചസോ ഡെൻറ്റോ എന്തെങ്കിലും ഉണ്ടായി ഈ പെയിൻറ്റ് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് തുരുമ്പെടുക്കാനായിട്ട് കാരണമാകും. അതുപോലെ തന്നെ നമ്മൾ കോസ്റ്റിൻ്റെ കാര്യം നോക്കിയാൽ ഈ സ്റ്റീൽ വിൻഡോസിന് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് സ്ക്വയർ ഫീറ്റിന് 450 മുതൽ 650 വരെയാണ്. നമ്മൾ UPVസിനെയോ വുഡിനെയോ ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ UPVസിനേക്കാളും കുറച്ച് കൂടുതലും ഏകദേശം വുഡിൻ്റെ ഒപ്പവുമാണ് ഈ സ്റ്റീൽ വിൻഡോസിന് കോസ്റ്റ് വരിക. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിച്ചത് ഐലീഫ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സ്റ്റീൽ വിൻഡോയാണ്. കോട്ടയത്തുള്ള ഐലീഫിൻ്റെ ഡീലറായ MGM ഡോർ ഗാലറി എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് ഈ പീസ് തന്നത്. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്റ്റീൽ വിൻഡോസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എൻക്വയറിക്ക് വേണ്ടി അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ സ്റ്റീൽ വിൻഡോസിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ സ്റ്റീൽ വിൻഡോസിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.